ഇടുക്കി അടിമാലിയിൽ പാചകവാതക ക്ഷാമത്തിൽ വലഞ്ഞ ജനം. ഇന്ത്യൻ ജീവി ഗ്യാസ് ഏജൻസീസിന് മുമ്പിൽ ഗ്യാസ് സിലിണ്ടറിനായി ആളുകൾ മണിക്കൂറുകളാണ് ക്യൂ നിന്നത്. ഏജൻസിയിൽ നിന്ന് റൂട്ട് സർവീസ് ആരംഭിക്കണമെന്നും സിലിണ്ടറിനായി എത്തുന്നവർക്ക് ടോക്കൺ സംവിധാനം ഒരുക്കണമെന്നുമാണ് ആളുകളുടെ ആവശ്യം. അടിമാലി ചാറ്റുപാറക്ക് സമീപം ദേശീയപാതയോരത്താണ് ഇന്ത്യൻ ജീവി ഗ്യാസ് ഏജൻസീസ് പ്രവർത്തിച്ചു വരുന്നത്. യുദ്ധ സാഹചര്യത്താലുണ്ടായ പാചകവാതക ക്ഷാമം ആളുകളെ എത്രത്തോളം വലക്കുന്നുവെന്നതിൻ്റെ നേർസാക്ഷ്യമായി ഗ്യാസ് ഏജൻസിക്ക് മുമ്പിലെ കാഴ്ചകൾ. രാവിലെ മുതൽ ആളുകൾ ഗ്യാസ് ഏജൻസിക്ക് മുമ്പിൽ ക്യൂ നിന്നു തുടങ്ങി. പ്രായമായവരും രോഗികളും സ്ത്രീകളുമടക്കം ക്യൂവിലുണ്ടായിരുന്നു. ഗ്യാസ് സിലിണ്ടറിനായി എത്തിയവരുടെ ക്യൂ സമയം പിന്നിട്ടതോടെ ഏജൻസിയുടെ കോമ്പൗണ്ടും കടന്ന് ദേശീയപാതയിലൂടെ നീണ്ടു. കാത്തിരിപ്പ് നീണ്ടതോടെ ആളുകളിൽ പ്രതിഷേധവും ഉയർന്നു. 2 മാസം ഗ്യാസ് ബുക്ക് ചെയ്ത അതിന്റെ കാലാവധി തീർന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ 2ാമത് ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് ഇങ്ങനെ ആൾക്കാരെ ഇവിടെ നിർത്തി ബുദ്ധിമുട്ടിപ്പിക്കാതെ വല്ലതും ഞങ്ങൾക്ക് വന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ടോക്കൺ എങ്കിലും ഉണ്ടെങ്കിൽ എപ്പോൾ കിട്ടുമെന്നോ അറിഞ്ഞെങ്കിലും നിൽക്കാമായിരുന്നു. ഇതിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ നിന്നത് വേസ്റ്റാണ്. ഏജൻസിയിൽ നിന്ന് റൂട്ട് സർവീസ് ആരംഭിക്കണമെന്നും ഏജൻസിയിൽ സിലിണ്ടറിനായി എത്തുന്നവർക്ക് ടോക്കൺ സംവിധാനം ഒരുക്കണമെന്നുമായിരുന്നു ആളുകളുടെ ആവശ്യം. ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഒരു മാസത്തിൽ കൂടുതലായിട്ട് പുറത്തേക്ക് റൂട്ടുകളിൽ പോയി ഗ്യാസ് കൊടുത്തുകൊണ്ടിരുന്നത് നിർത്തലാക്കിയിരിക്കുകയാണ്. അവർ പറയുന്നത് അവർക്ക് കിട്ടുന്നില്ല, സ്റ്റോക്കില്ല, ലോഡ് വരുന്നില്ല എന്നൊക്കെയാണ്. ഇവിടെ 9 മണിക്ക് 8 മണിക്കും വന്ന ആളുകളാണ് ഈ ക്യൂവിൽ നിൽക്കുന്നത്. 8 മണിക്ക് വന്ന ഒരു 200-ൽ കൂടുതൽ കുറ്റികൾ ഇപ്പോൾ വിതരണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. ഇനി നിൽക്കുകയാണ് ഒരു 300-ൽ കൂടുതൽ ആളുകൾ, 400 ആളുകൾ നിൽക്കുക. ഇവർക്ക് ഈ ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർക്കൊരു സംവിധാനം ചെയ്യാവുന്നതാണ്. ടോക്കണെങ്കിലും തരുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തണുത്തേക്ക് മാറി നിൽക്കായിരുന്നു. അതിനുള്ള സാഹചര്യം പോലും ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ വലിയ കഷ്ടത്തിലാണ്. ഗ്യാസ് കിട്ടാതെ ഒരു രക്ഷയില്ലാത്ത സാഹചര്യവും. അതൊരു വലിയ ദയനീയാവസ്ഥയാണ്. ഇനി പരിഹാരം എന്താണെന്ന് ഇതിന്റെ ഭരണകർത്താക്കളും ഇവിടെയൊക്കെ തന്നെ ഗ്യാസിന്റെ ഏജൻസിക്കാരെല്ലാം കൂടെ കണ്ടുപിടിക്കണം. നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഐഡിയ ഇല്ല, പോരാ. ഈ റൂട്ട് സർവീസ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കുഴപ്പം. കുറ്റി അവിടെ കൊണ്ടുതരുമായിരുന്നു ഈ ആളുകളെല്ലാം ഇപ്പോൾ ഒരു വലിയ നിൽക്കണ്ടായിരുന്നു. ക്യൂ നിൽക്കുന്ന ആളുകളുടെ എണ്ണവും പ്രതിഷേധവുമേറിയതോടെ പോലീസും പൊതുപ്രവർത്തകരും ഇടപെട്ട് ടോക്കൺ സൗകര്യമൊരുക്കി. പാചകവാതക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ കൂട്ടത്തോടെ ഏജൻസി ഓഫീസിലെത്തുന്നത് ഒഴിവാക്കി ദിവസവും വിതരണം ചെയ്യാൻ കഴിയുന്ന സിലിണ്ടറുകൾ കണക്കാക്കി വിതരണം ക്രമീകരിക്കാൻ സൗകര്യമൊരുക്കണമെന്നും ആവശ്യം വരുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.